നല്ലോണം ഹേർട്ടായിട്ടുണ്ട്. അന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞു ആത്മഹത്യ ഞാൻ ചെയ്യട്ടെ കേട്ടോ, നമുക്ക് ഈ ജീവിതാവസ്ഥ ഇപ്പം ഞാൻ ഇതെൻ്റെ ജീവിതം എനിക്ക് മതിയായി, എനിക്ക് ഇനി ആവില്ല ആത്മഹത്യ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. നിങ്ങൾ രണ്ടുപേരും വിവാഹിതരായിരിക്കുന്ന സാഹചര്യത്തിൽ ചോദിക്കാൻ പറ്റും, എന്തായാലും കപ്പിളായിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിൽ ദിവ്യ മാമിനോടുകൂടി എന്തെങ്കിലുമൊക്കെ ചോദിക്കണം. അതുകൊണ്ട് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇദ്ദേഹത്തിൽ ഇതുവരെ കണ്ട ഇദ്ദേഹത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, ഒരു ചെറിയ ഒരു ക്യാരക്ടറായിട്ട് പറയാൻ പറഞ്ഞാൽ എന്താണ്? ഒരുപാടുള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ആയതാണോ അതോ ഇതിനെങ്ങനെ പറയുന്നു? ഏട്ടനായതുകൊണ്ട് അത് അതുപോലെ ഓരോ ആൾക്കാരിൽ ഓരോ നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളും ഉണ്ടാവും അല്ലേ? അപ്പം അത് ചിലർക്ക് അത് ഇഷ്ടാവും, ചിലർക്ക് ഇഷ്ടാവില്ല അല്ലേ? അതാണ് എനിക്കിഷ്ടം. പ്രതിസന്ധി പിന്നെ ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്ത്, അതായത് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യില്ലേ നമുക്ക് ചില ആൾക്കാരിലേക്ക് ഒരു ഹുക്ക് ചെയ്യുന്ന ചില ക്യാരക്ടേഴ്സ് സ്വഭാവത്തിലല്ലേ? എനിക്ക് അത് ഞാൻ എല്ലാത്തും പറഞ്ഞല്ലേ, നമുക്ക് എന്ത് വിഷമം വന്നാലും പെട്ടെന്ന് അതിനെ ഇപ്പം ഇത് തന്നെ ഒരു ഉദാഹരണം ഇത് തന്നെയാണ്. എന്താണ് ഇത്രയും നെഗറ്റീവ് വന്നപ്പോൾ ആത്മഹത്യ ഞാൻ ചെയ്യട്ടെ കേട്ടോ, നമുക്ക് ഈ ജീവിതാവസ്ഥ ഇപ്പം ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു. അന്ന് ഞാൻ കരഞ്ഞോണ്ട് പറഞ്ഞു, അന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞു, ഇന്ന് ഞാൻ ചിരിച്ചു പറയുന്നു. ഞാനപ്പോൾ ചോദിച്ചു ചേട്ടാ, നമ്മൾ ഇത്രയും നാൾ ഒരു എത്രയൊക്കെ അനുഭവിച്ചു, ഇപ്പോൾ ഒരു ജീവിതം വേണമെന്നും പറഞ്ഞ് കല്യാണം കഴിച്ചു, അത് ഇത്രയും വലിയ പ്രശ്നമാകാൻ വേണ്ടി മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? ഈ കമൻസ് വായിക്കുമ്പോഴൊക്കെ അറിയായിരുന്നു, നരച്ച താടിയും മുടിയുള്ളതുകൊണ്ട് കമൻസ് വരുമെന്ന് അറിയായിരുന്നു. പ്രായത്തിന് ബേസ് ചെയ്തിട്ട് ഏട്ടന് പ്രായമില്ലെന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം, പക്ഷെ പുറമേയുള്ള ആൾക്കാർക്ക് അറിയില്ലല്ലോ. ആരും ചെയ്യണം. ഞാൻ പറഞ്ഞ എനിക്ക് 60-65 വയസ്സുള്ള ഒരാൾ വേണമെന്നാകും. ഇനി എങ്ങനെ ആവാൻ പറ്റും? അല്ല ഞാനങ്ങ് വയ്യാണ്ടായി പോയാലോ? അന്നേരം വയസ്സാവില്ലല്ലോ ഇല്ലേ? അന്നേരം ഈ പെട്ടെന്ന് 60 ആക്കാൻ പറ്റുമോ? വയ്യാന്ന് വിചാരിക്കും. ഈ 49 വയസ്സിലുള്ള 60-65 കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. വയസ്സ് അങ്ങനെ ഉണ്ടാവുള്ളൂ. കുട്ടിത്തം കൂടപ്പിറപ്പാണെന്ന് തോന്നുന്നു അല്ലേ? എന്തായിരുന്നു ഞാൻ പറഞ്ഞേ? അത് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും അപ്പം ഈ കമൻസ് വരുന്ന എനിക്കറിയാലോ, പക്ഷെ ഇത് ഇത്രയും വരുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഇത് മൊത്തം വായിക്കുമ്പോഴും ഇത് ഓരോരാൾ സെൻഡ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, ഗ്രൂപ്പിലൊക്കെ വിടുന്നു, എല്ലാത്തിലും നമ്മളെ ഈ ഇൻഡസ്ട്രിയിലെ എല്ലായിടത്തും ഇങ്ങനെ ഗ്രൂപ്പിലേക്കും അതിലെല്ലാം വിടുമ്പോൾ എനിക്ക് തന്നെ ടെൻഷനും എന്നാ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തില്ല. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടോ, ഞാൻ ഇതെൻ്റെ ജീവിതം എനിക്ക് മതിയായി, എനിക്ക് ഇനി ആവില്ല ആത്മഹത്യ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ചിരി വരുമെന്ന് പറയുമ്പോൾ സത്യം ഈ ചിരിക്കുള്ള കാരണമാണിത്. ലൈഫ് കോച്ചാണ്, പിന്നെ എന്തോ മോട്ടിവേഷൻ സ്പീക്കറാണ്. ഇത്രയും നോളജബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാനന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഇന്ന് ഞാൻ ചിരിച്ചുകൊണ്ടത് ചോദിക്കും പറയുന്നത്. അന്ന് ഇത്രയും വേദനിച്ചേട്ടാ ആ സമയത്ത്. ഇത് ആർക്കായാലും ഉണ്ടാവില്ലേ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവില്ല കമൻസ് എന്തൊക്കെയാണെന്ന്. ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് അന്ന് കരഞ്ഞുകൊണ്ട് കുറേ ദിവസം ഞാനത് പറഞ്ഞുകൊണ്ടെന്ന് ഉറങ്ങിയില്ല. ഞാൻ ഒരു ദിവസം ഉറങ്ങിയില്ല. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, കുഞ്ഞുമോളെ ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞു. ഏട്ടനറിയാം ഞാൻ ഉറങ്ങിയില്ല എന്ന്. സംഭവം എന്താ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ ഇങ്ങനെ എനിക്കതിങ്ങനെ മനസ്സിൽ നിന്ന് പോകുന്നില്ല, അത് തന്നെ വരുന്നു, നാളെ ഞാൻ ആൾക്കാരെ ഫേസ് ചെയ്യണം, സെറ്റിൽ പോകണം, എനിക്ക് ആൾക്കാരെ ഇങ്ങനെ പറയൂലേ, നമ്മൾ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അപ്പം എനിക്ക് കുറച്ച് ക്ലാസ് എടുത്തു തന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഓ ഇത്രയേ ഉള്ളൂ എന്നാൽ നേരത്തെ പറഞ്ഞു ഒന്നുകൂടെ. ഇത്രയും ചിരിച്ച് സംസാരിക്കുമ്പോൾ ശരിക്കും എനിക്ക് സന്തോഷം തോന്നുന്നു. ഞാൻ ശരിക്കും ആലോചിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെയുള്ള കമന്റ്സിനെ ഡീൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും. ഞാൻ കരുതിയത് ഒരു പക്ഷേ നല്ല സീരിയസ് ആയിട്ട് തന്നെ കമന്റ്സിനെ എടുക്കുന്ന, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടല്ല വളരെ കാഷ്വൽ ആയിട്ട് കമന്റ്സിനെ എടുക്കാനുള്ള മെച്യൂരിറ്റി മാമിന് ഉണ്ടായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ മെച്യൂരിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാം ശരിക്കും ഒരു കുട്ടിത്തുള്ള ഒരാളാണെന്നാണ് എനിക്ക് ശരിക്കും ഹേർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. നല്ലോണം ഹേർട്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നിട്ടും അവര് അന്ന് പ്രതികരിച്ച എന്തുകൊണ്ട് ചവിട്ടിയൊക്കെ അടിക്കാത്ത പാമ്പൊന്നും ഇല്ലല്ലോ, ഒന്ന് വേദനിക്കൂലേ? ഞാൻ അത്രയും എനിക്ക് സങ്കടം വന്നപ്പോഴാണ് ഞാനൊന്ന് ഇത് പറഞ്ഞു പോയത്. അതിനെ ബേസ് ആയിട്ട് ഒരുപാട് പ്രശ്നം പിന്നെയും വന്നു. മാധ്യമങ്ങളോട് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ, പിന്നെ എന്താണ് മീഡിയക്കാരോട് ഇങ്ങനെയാണോ സംസാരിക്കല്, ഒരു പെണ്ണല്ലേ, അവർക്ക് എഴുതാം, പബ്ലിക്കായിട്ട് പറയാം, നമ്മൾ എന്തും കുറ്റപ്പെടുത്താം, നമുക്ക് അങ്ങോട്ട് ചോദിച്ചുകൂടാ അല്ലേ?
അവരെന്തൊക്കെയോ എഴുതി കൂട്ടും. പല തലത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മൾ. അനുഭവം വരും, അല്ല അവരവർക്ക് അനുഭവം വരുമ്പോൾ അത് പഠിക്കും, മനസ്സിലാവും. ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാർ ഉപദേശിക്കുന്നുണ്ട്. അല്ല, ഞാനൊരു ചാനലുകാരനോട് ചോദിക്കുകയും ചെയ്തു, എനിക്ക് എൻ്റെ പേര് ചേർത്ത് നിങ്ങൾ എഴുതിയ ഈ ടൈറ്റിൽ നിങ്ങളുടെ കുടുംബത്തിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരോ ചേർത്തൊന്ന് വായിച്ചു നോക്കിയിട്ട് എന്നെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു ചെയ്ത തെറ്റാണ്. ഞാൻ പറഞ്ഞു അത്രയും ഞാൻ പറഞ്ഞത്. അത് നമ്മൾ പറയുന്നതല്ല, അതിനെ ഉപരിയാണ് അവർ അതിൻ്റെ മുകളിലാണ് അവർ ചിന്തിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ അതൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക. സെൻസേഷണലൈസ് ചെയ്യാൻ എന്തും പറയാം. അതെ, അങ്ങനെയുണ്ട്. പക്ഷേ ഈ സെൻസേഷണലൈസിങ് എത്ര കാലം നിൽക്കും? ഇവരിത് എഴുതി കൂട്ടുമ്പം ജനങ്ങൾക്കറിയില്ല ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തതാണോ അവരുണ്ടാക്കിയതെന്നാണെന്ന് അറിയില്ല. പലരും വിചാരിക്കുന്നത് നമ്മളങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇവരിങ്ങനെ എഴുതുന്നത്. ഒരിക്കലുമല്ല. ഇന്ന് തന്നെ എത്ര ന്യൂസ് കണ്ടേക്കുന്നറിയോ, ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അതിനകത്തൊക്കെ പറയുന്നത്. പക്ഷെ ഒരു കാര്യം, ഇനിയിപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ കോൺഷ്യസ് ആയിട്ട് കാര്യമില്ല. പ്രത്യേകിച്ചും നമ്മുടെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ സ്ട്രോങ് ആവുന്ന കാലത്ത് ഡീപ് ഫേക്ക് വീഡിയോസ് ഒക്കെ വരും. നമ്മൾ പറഞ്ഞതായിട്ട് തന്നെ തോന്നുന്ന രീതിയിലാണെങ്കിലും പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ശരിക്കും ഇപ്പൊ ചിരിക്കും. അതാണ് വലിയൊരു മാറ്റം. അതിനെന്തായാലും വളരെ ഞങ്ങളുടെ കൂടെ ഒരു കടപ്പാട് അറിയിക്കുകയാണ്. ഒരാളിനെ ഇത്രയും സ്ട്രോങ് ആയിട്ട് കൂടെ നിന്ന് പില്ലറായിട്ട് നിന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഇൻഹെറന്റ്ലി ഷീസ് എ വെരി സ്ട്രോങ് ലേഡി. ഈ കുട്ടിത്തം നമ്മുടെ കോൺഷ്യസ് ലെവലിൽ മാത്രമേ ഉള്ളൂ. സബ് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി ഷീസ് എ വെരി സ്ട്രോങ് ലേഡി. ഒരു സ്ത്രീക്ക് അങ്ങനെ ആവാൻ പറ്റുള്ളൂ. കാരണം ഒരു മനുഷ്യൻ ഒരാണ് ഫീൽ ചെയ്യുന്ന പെയിനേക്കാളും 50 ഇരട്ടിയോളം കൂടുതൽ സഹിക്കാൻ പറ്റുന്ന ഒരു ബോഡിയുള്ള ആളാണ്. ഡെലിവറി പെയിൻ എന്ന് പറയും. 2 പ്രാവശ്യം അതൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. സോ അതുകൊണ്ട് എങ്ങനെ വന്നാലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എപ്പോഴും സ്ത്രീ സ്ട്രോങ് തന്നെയാണ്. പിന്നെ ആകെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഐ എം ജസ്റ്റ് എ കാറ്റലിസ്റ്റ്. അതിൻ്റെ ഇടയിൽ പലപ്പോഴും നമ്മൾ അടിപതറും അല്ലേ, നമ്മളെ കൂടെ. എൻ്റെ കയ്യിൽ നിന്നൊക്കെ എൻ്റെ മൈൻഡൊക്കെ ഔട്ടായിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. ഞാൻ നമ്മൾ പറയുന്നത് കേൾക്കാനും നമ്മളൊന്ന് ആശ്വസിപ്പിക്കാനും നമ്മളെ കൂടെ ആളില്ലാണ്ടിരിക്കുമ്പോൾ ഒരുപാട് അവസ്ഥകൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയ ആളാണ്. എന്താ പറഞ്ഞാൽ ഞാൻ മരുന്ന് വരെ കഴിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ ഇതിനൊക്കെ ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയാൻ ഒരാൾ കൂടെ ഉണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. ഇപ്പോൾ എന്ത് സങ്കടം വരുമ്പോൾ ഒന്നും അല്ല എന്ന് മാറ്റിത്തരാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. അതന്നെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് എന്തെങ്കിലും. പിന്നെ ഞാൻ പറയും, എൻ്റെ നല്ല ഭർത്താവാണ്, നല്ലൊരു അച്ഛനാണ്, മക്കൾക്ക് നല്ലൊരു അച്ഛനാണ് ഞാൻ പറയും. അതെ, ഒന്നുമില്ലെങ്കിൽ ഞാനിപ്പോൾ സെറ്റിൽ പോയാലും മക്കൾ ഒറ്റക്കാണെങ്കിലും കുഞ്ഞുമോളെ ഞാൻ മക്കളെ പുറത്തു കൊണ്ടുപോവാണേ എന്നും. അതൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ കിട്ടാത്ത ഒരു മുഹൂർത്തങ്ങളല്ലേ. ഏട്ടാ എനിക്ക് ഇന്നത് വേണം, എന്നൊന്ന് ജസ്റ്റ് പുറത്ത് കൊണ്ടുപോകാം. ഞാൻ മാത്രമായിട്ട് അങ്ങനെ പോകുന്നത് കുറവാണ്, മക്കളെയും കൂടി കൂട്ടും. ഏട്ടൻ തന്നെ പറയും ഒന്നിച്ചു പോവാം, മക്കളെയും കൂടി കൂട്ടിയിട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കളെ വിട്ടിട്ട് എന്നെ മാത്രം വേണമെന്ന് ചിന്തിക്കുന്ന ഒരാളല്ല. എല്ലാവരും കൂടി ഒന്നിച്ച് പോകണം. ഇപ്പം പോയതും അങ്ങനെ തന്നെയാണ്. ഹൈദരാബാദിൽ പോയതും അങ്ങനെയാണ്. ഏട്ടൻ ഫസ്റ്റ് പോയി, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും മക്കളും കൂടി പോയി. അതും നുണകൾ വന്നു, മക്കളെ കൂട്ടാതെ കൊണ്ട് ഹണിമൂൺ യാത്രയിൽ. ആൾക്കാർക്ക് എങ്ങനെയും കുറച്ച് സബ്സ്ക്രിപ്ഷൻ കിട്ടി, കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടി സത്യം വേണ്ടേ ഇതൊക്കെ. ഞാൻ ഹൈദരാബാദ് പോയത് ഞാൻ നെറ്റ്ഫ്ലിക്സിൻ്റെയും NFTCയുടെയും പേൾ അക്കാഡമിയുടെ കൂടെ ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ട് വോയിസ് ബോക്സ് എന്ന് പറഞ്ഞ് നേഷൻ വൈഡായിട്ട് നടന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം.